തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനൊരു ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം, എന്നെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഇല്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന 100-150 പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളുണ്ടോ, ഇത് തൈറോയ്ഡ് ലക്ഷണത്തിൻ്റെ രീതിയാണ്. എല്ലാം ചെക്കപ്പ് ചെയ്തും എല്ലാം മെഡിസിൻ എടുത്തിട്ടും അവസാനം ഇത് സർജറി ചെയ്ത് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ ഈ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട്. ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ. ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് ഈ തൈറോയിഡിൻ്റെ പ്രശ്നത്തെക്കുറിച്ച്. കാരണം തൈറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്നത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ചിലർ പറയാറില്ല എനിക്ക് ഹൈപ്പോയാണ് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ ലക്ഷണം? പക്ഷേ നേരായിട്ട് നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടത്? കാരണം എന്താ പറയുക, ഭൂരിഭാഗം തൈറോയിഡ് കണ്ടീഷനിലും അവർ പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കാറുണ്ട്, പ്രോപ്പറായിട്ട് ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്, പ്രോപ്പറായിട്ട് എക്സസൈസുകൾ ചെയ്യാറുണ്ട്, അതേപോലെ പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ, ഫുഡ് കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നോക്കാറുണ്ട്. ഒരു കുഴപ്പങ്ങളില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് വരുന്നത്? ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? 90% ആളുകൾക്കും തൈറോയിഡിന് മരുന്ന് എടുക്കുന്നവർക്ക് എല്ലാ തൈറോയിഡ് പ്രശ്നങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് തൈറോയിഡ് പ്രശ്നം എന്നല്ലേ? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള പ്രകൃതമുള്ളവരിൽ നിന്നും കുറച്ചുകൂടെ വണ്ണം വെച്ച് വരുന്ന രീതികൾ. അതായത് ഇപ്പം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഹോർമോണൽ വേരിയേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്ത്രീകളുടെ ശരീരത്തിലാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് പ്രശ്നത്തിൽ മെയിനായിട്ടും അവരുടെ നോർമലായിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചറെക്കാട്ടിലും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റായി വരിക. ചിലർ പറയാറുണ്ട് എനിക്ക് ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്ന് ഇടാൻ പറ്റുന്നില്ല, ടൈറ്റ് ആകുകയാണെന്ന് പറയുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൽ നീരടിഞ്ഞു കൂടുക. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് മെയിൻ റീസൺ എന്ന് പറയുന്നത് തൈറോയിഡാണ്. അതായത് തൈറോയ്ഡ് ഉള്ള ആളുകൾക്കും ഇത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനൊരു ടെസ്റ്റോട് ചെയ്ത് നോക്കണം, എന്നെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഇല്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ശരീരഭാരം വല്ലാതങ്ങ് കൂടുകയാണ്. നമ്മൾ തന്നെ തോന്നുന്നു ഞാൻ അധികം ഒന്നും കഴിക്കുന്നില്ല, കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ശരീരത്തിൽ നീര് വെക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നത്? ഞാൻ ചിലർ പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വെയിറ്റ് നോക്കിയായിരുന്നോ എന്ന് ചോദിക്കും. നോക്കിയായിരുന്നു, 65 കിലോ ആയിരുന്നു. എപ്പോഴാണ് നോക്കിയത്? ഒരു 2-3 ദിവസം ആയതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നാൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അന്ന് നോക്കുമ്പോഴത്തേന് 65 കിലോ ഉള്ള ആൾക്ക് ഒന്നുകൂടെ നോക്കുമ്പോൾ 68 കിലോ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത്രയും വേരിയേഷൻസ് എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, വെയിറ്റ് കൂടുക, നീര് കൂടുക എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഒരു മെയിൻ ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ തൈറോയിഡിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതായത് നമുക്ക് അരിശം, ദേഷ്യം, വിഷമം, ഇറിറ്റേഷൻ, വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒത്തിരിയേറെ ഡിവോഴ്സ് കണ്ടീഷൻ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ തൈറോയ്ഡ് പ്രശ്നമാണ്. ഈ തൈറോയ്ഡ് പ്രശ്നം അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാര്യമാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് T3, T4, TSH. ഇത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. എന്തിനാണ് ഇത് പറയുന്നത്, എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നോർമലായിട്ടുള്ള പ്രശ്നം നമുക്ക് അതായത് നമുക്ക് വെയിറ്റ് കൂടുന്നു, നീര് നിറയുന്നു, മുടി പൊഴിച്ചിലുണ്ടാകുന്നു, അരിശം, ദേഷ്യം, വിഷമം, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജോയിൻസിനെല്ലാം വേദന ഉണ്ടാകുന്നു, നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നു, ശരീരത്തിനൊരു പേടി അനുഭവപ്പെടും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അവർ പോയിട്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യും, എന്നിട്ട് TSH ഒക്കെ നോർമലാണെങ്കിൽ കുഴപ്പമില്ല, തൈറോയ്ഡ് കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ഇനി തൈറോയിഡിന് മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുന്നു, വീണ്ടും ഈ TSH ഒക്കെ നോക്കിയിട്ട് വീണ്ടും പറയും തൈറോയിഡിന് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? കാരണം മെയിനായിട്ടുള്ള രോഗം കണ്ടുപിടിക്കുന്നില്ല. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു മെയിൻ രോഗമുണ്ട്, തൈറോയിഡിൻ്റെ മെയിൻ പ്രശ്നമാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് T3, T4, TSH ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ anti-TG, anti-TPO എന്ന് പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഇനി അത് ചെക്ക് ചെയ്യാതെ വരുമ്പോഴുള്ള കാര്യം എന്താണെന്ന് കൂടെ പറയാം. അതായത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഇതായതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ല എന്ന് ഓർത്താൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ തൈറോയിഡിൻ്റെ ഭാഗത്തൊരു ഗോയിറ്റർ ഉണ്ടാകുന്ന പോലെയും നൊഡ്യൂൾ ഉണ്ടാകുന്ന പോലെയും, അതേപോലെ നമ്മൾ എന്താ പറയുക നീഡിൽ ആസ്പിറേഷനിലൂടെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർ പറയാനുണ്ടോ ഇനി എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ തൈറോയിഡിന് മരുന്ന് എടുക്കുന്നവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ചെക്കപ്പും എക്സസൈസും ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ നൊഡ്യൂൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്? കാരണം എല്ലാം ചെക്കപ്പ് ചെയ്തും എല്ലാം മെഡിസിൻ എടുത്തിട്ടും അവസാനം ഇത് സർജറി ചെയ്ത് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ ഈ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഈ ടെസ്റ്റ് നേരത്തെ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം ഓർത്തോണം. അത് കൂടുതലുണ്ടെങ്കിൽ 100% അവർക്ക് നൊഡ്യൂൾസും വീക്കവും, അതായത് തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകും. അതേപോലെ സ്വരത്തിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും.
ഒത്തിരിയേറെ ശരീരത്തിൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാണിക്കും. പക്ഷേ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ നോർമലായിരിക്കും. അപ്പോൾ ഈ നിർബന്ധമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന 100-150 പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയേണ്ടതാണ്. കുറേ ആളുകൾ വരുന്നത് തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഓൾറെഡി സർജറി ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്നതിനകത്ത് ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സിംറ്റംസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നുകൂടെ പറഞ്ഞേക്കാം. അതായത് വെയിറ്റ് കൂടുന്നു, നീര് നിറയുന്നു, അതേപോലെ മുടി പൊഴിച്ചിലുണ്ടാകുന്നു, അരിശം, ദേഷ്യം, വിഷമം, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, ടെൻഷൻ ലെവൽ കൂടുന്നു, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജോയിൻറ്റുകൾക്കെല്ലാം വേദനയാണ്, മസിൽസിനെല്ലാം വേദനയാണ്, ഒന്നിനോട് ഒരു താല്പര്യമില്ല, ഉന്മേഷമില്ല. ഇത്രയും കാര്യങ്ങളുണ്ടോ, ഇത് തൈറോയ്ഡ് ലക്ഷണത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് T3, T4, TSH മാത്രമല്ല, അത് ചെക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ anti-TG, anti-TPO എന്ന് പറയുന്ന ടെസ്റ്റൂടെ ചെയ്തെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളത് മനസ്സിലാവും. അപ്പം എല്ലാ വശത്തു നിന്നും നമ്മൾ നോക്കിയിട്ട് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യം ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ രോഗത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തൈറോയിഡൈറ്റിസ് ഇൻഫ്ലമേഷനാണ്. തൈറോയിഡിൻ്റെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ കൊണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പോഷകങ്ങളുടെ കുറവ് കൊണ്ട്. എന്തൊക്കെ പോഷകം എന്ന് പറഞ്ഞാൽ സിങ്ക്, സെലേനിയം, അയോഡിൻ എന്ന് പറയുന്ന 3 പോഷകങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇത് പ്രശ്നങ്ങൾ കൂടുന്നത്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സിങ്ക്, സെലേനിയം, അയോഡിൻ്റെ കോമ്പിനേഷനിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഹൈ ഡോസേജിൽ കൊടുക്കുമ്പോഴത്തേനും ആ പ്രശ്നങ്ങൾ ക്ലിയർ ആകാറുണ്ട്. ഒത്തിരിയേറെ ആളുകൾ പറയുന്നത്, ഞാൻ 10 കൊല്ലമായിട്ട് തൈറോയിഡിന് മരുന്ന് എടുക്കുകയാണ്, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, ഒരു പ്രശ്നത്തിന് എനിക്ക് യാതൊരു ഉപയോഗവും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലൂടെ കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവർക്ക് പറയണം, ഓ ഇപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാനൊന്ന് റിലീഫായത്, എനിക്കൊന്ന് പെയിൻ റിലീഫായത്, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ട്, എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയുന്നുണ്ട്, മുടി പൊഴിച്ചിൽ വല്ലാതെ മുടി പൊഴിച്ചിലായിരുന്നു, ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പോഷകങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും. ഇനി അതിൻ്റെ എക്സ്ട്രീമായിട്ട് പോകുമ്പോൾ നമ്മൾ അയോഡിൻ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഇനി അതിൻ്റെ എക്സ്ട്രീമായിട്ട് വരുമ്പോഴത്തേനും ചില ആളുകൾക്ക് നമ്മളിപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലാവും ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വേണം തൈറോയിഡിനെ നമ്മൾ നോക്കാനായിട്ട്. അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പണ്ടത്തെ കാലത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കാണും. എന്നാൽ നമ്മൾ ആവശ്യം പോലെ മരുന്നുകൾ എടുക്കുകയും ചെയ്യും, നമ്മൾ പട്ടിണി കിടക്കുകയും ചെയ്യും, വെയിറ്റ് കുറയത്തില്ല, എല്ലാ വേദനകളും, നീരും, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തൈറോയിഡ് എന്ന് പറയുന്ന വിഷയം നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നൊരു മേഖല ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതിനകത്ത് ഒരെണ്ണം തൈറോയിഡാണ്. അപ്പോൾ തൈറോയിഡിനെ കുറിച്ച് ഇത്രയും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്ത് മിസ്റ്റേക്ക് ചെയ്ത് തൈറോയിഡ് അവയവങ്ങൾ തന്നെ എന്താ പറയുക എടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആയുഷ്കാലം മുഴുവനും അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുവാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പം ബൈ.